ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷിബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാങ്ങാക്കാലം കഴിയുന്നതിന് മുന്നേ ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഭാവിയിലേക്ക് നന്നായിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാങ്ങ തൊലിക്ക് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം ആ തൊലിയെല്ലാം ഞാൻ നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നത്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് ഒന്ന് പിടിച്ചു വരും. അപ്പോൾ ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അത് മൂടി വയ്ക്കാം. ഞാനിവിടെ ഏകദേശം ഒരു ദിവസം തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ അച്ചാറിടാൻ തുടങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ ഒരു അരമണിക്കൂറും നേരം മാത്രം മാങ്ങ ഇതുപോലെ മാറ്റി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നിങ്ങൾക്ക് അച്ചാറുണ്ടാക്കാനും സാധിക്കും കേട്ടോ. പക്ഷേ ഞാനിവിടെ കുറച്ച് സമയം ഏകദേശം ഒരു ദിവസം തന്നെ. അപ്പോൾ ഇത് മൂടി വെച്ച് നമ്മൾ അതിൽ ആ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മൂടി ഒക്കെ തുറന്ന് നോക്കിയപ്പോൾ ആ മാങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഉപ്പെല്ലാം നന്നായിട്ട് ഓരോ കഷ്ണങ്ങളിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മാങ്ങ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കടിക്കുമ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ കട്ടിയൊന്നും മാങ്ങയ്ക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇനി അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ കടായി ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആ നല്ലെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് ചേർത്ത് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുന്നില്ല, ഉലുവയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 8-10 വെളുത്തുള്ളി ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണെങ്കിൽ കഷ്ണം മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ കറിവേപ്പില ആ എണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു ഫ്ലേവറും കൂടെ അച്ചാറിലേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഒന്നെങ്കിൽ ഓഫാക്കണം അല്ലെങ്കിൽ ലോയിലാക്കി വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഇനി അതിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട്, കടായി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂടിൽ തന്നെ ഈ പൊടികളൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു മണത്തിലേക്ക് ഫ്ലേവറിലേക്ക് വരും. അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ആ പച്ചമണമെല്ലാം പോയി ആ മുളകിൻ്റെയൊക്കെ റെഡ് കളറായിട്ട് കിട്ടണം നമുക്ക്. ഇനി ഈ സമയത്ത് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്, സാദാ വൈറ്റ് വിനാഗിരി. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. മാങ്ങ കഷ്ണങ്ങളിൽ നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫാക്കി കളയണം. ഇനി ഇത് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും. ഇപ്പം ഫ്ലെയിം ഓഫാക്കി ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ്. എരിവ് കൂടുതലായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒക്കെ മറ്റേ എരിവ് കൂടുതലുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതുകൂടെ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല സ്പൈസി ആയിട്ടുള്ള മാങ്ങാച്ചാറ് കിട്ടുന്നതായിരിക്കും. എനിക്ക് ഇവിടെ അധികം എരിവില്ല വേണ്ടാത്തതുകൊണ്ട് ഇത്ര മാത്രമേ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഓയിലൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചൊക്കെ 1/2 ടീസ്പൂൺ ഓയിലൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. വിനീഗർ അധികം ചേർത്ത് കൊടുക്കരുത്, കാരണം വിനീഗർ കൂടെ ചേർക്കുമ്പോൾ അച്ചാറിന് പുളി കൂടിപ്പോകും.
അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അച്ചാറുണ്ടാക്കിയെടുക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പുറത്ത് തന്നെയാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഊണൊക്കെ കഴിക്കുന്ന സമയത്ത് സൈഡ് ഡിഷായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ധാരാളം നന്നായിട്ട് നമുക്ക് ഊണ് കഴിക്കാൻ സാധിക്കും. മീനൊന്നും ഇല്ലാത്ത സമയത്ത് അച്ചാറെല്ലാം കൂട്ടി കഴിക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.